അത്യപൂർവമായി ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ് സ്വപ്നത്തിലെ കൃഷ്ണദർശനം. കൃഷ്ണൻ എന്നത് ദൂരെയുള്ള ഒരു രൂപമല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ പരമമായ സത്യമാണ്. സ്വപ്നത്തിൽ ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളിലെ നന്മയെയും സ്നേഹത്തെയും ഉണർത്താനാണ്. ഉണർന്നിരിക്കുമ്പോൾ നാം എല്ലാവരും ആശങ്കാകുലരും അഹങ്കാരികളും. അതിലുപരി നമ്മുടെ ജീവിതത്തിൽ തിരക്കുകളും എല്ലാം വർദ്ധിക്കുന്നു. നമ്മുടെ ബുദ്ധി യുക്തിയുടെ പിന്നാലെ പായുന്ന സമയം കൂടിയാണിത്. ദൈവികതയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഉറക്കത്തിൽ നാം നിസ്സഹായരാണ്. ശരീരവും മനസ്സും വിശ്രമാവസ്ഥയിലേക്ക് പോവുകയും പരിസരബോധം താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്വാഭാവികമായ പ്രക്രിയയായ ഉറക്കത്തിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഈശ്വരന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ദൈവിക ചൈതന്യവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഈ വേളയിലാണ് ഭഗവാൻ നമ്മുടെ സ്വപ്നങ്ങളിൽ വരാറുള്ളത്. ഭഗവാൻ കൃഷ്ണൻ കേവലം ചരിത്രപുരുഷനോ അല്ലെങ്കിൽ മന്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ദൈവമോ അല്ല. കൃഷ്ണൻ പ്രണയവും വിവേകവുമാണ്. നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനുമാണ്. ജീവിതത്തിൻ്റെ താളം തെറ്റി നമ്മൾ അങ്ങേയറ്റം വിഷമിച്ചിരിക്കുന്ന വേളയിലായിരിക്കും നീലകാർവർണ്ണൻ നമ്മളെ കാണാൻ നമ്മുടെ സ്വപ്നത്തിൽ വരുന്നത്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് ഭഗവാൻ നമുക്ക് നൽകുന്ന ഉറപ്പാണിത്. കൃഷ്ണന്റെ ദർശനത്തിന് പിന്നിലെ ഓരോ ഭാവങ്ങൾക്കും കൃത്യമായ അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ കാണുന്നത് ഉണ്ണിക്കണ്ണനെയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ സൂചനയാണത്. കൂടാതെ സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമുണ്ട്. സ്വപ്നത്തിൽ ഭഗവാൻ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ടാൽ അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിഷമഘട്ടത്തിൽ നിന്നും നമ്മൾ കരകയറാൻ പോകുന്നു എന്നതാണ് അർത്ഥം. ഭഗവാന്റെ തണലിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നാണ്. എന്നാൽ നിങ്ങൾ ഭഗവാന്റെ ഓടക്കുഴൽനാദമാണ് സ്വപ്നത്തിൽ ദർശിക്കുന്നതെങ്കിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും എന്നാണർത്ഥം. ജീവിതത്തിൻ്റെ താളം തെറ്റി നിൽക്കുന്ന സമയത്തായിരിക്കാം ഭഗവാന്റെ മനോഹരമായ ആ ഓടക്കുഴൽനാദം നമ്മുടെ സ്വപ്നത്തിൽ ഭഗവാൻ കേൾപ്പിക്കുക. ഇനി സ്വപ്നത്തിൽ കൃഷ്ണനെയും രാധയെയും ഒരുമിച്ചാണ് കാണുന്നതെങ്കിൽ അതിൽ പരം ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാനില്ല. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചയും ഒറ്റപ്പെടലും മാറി സ്നേഹവും സമാധാനവും വിശ്വാസവും ലഭിക്കാനും ഈ ദർശനം നിങ്ങളെ സഹായിക്കും.